ISL തുടക്ക സീസണുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഫാൻസ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഉറപ്പായിട്ടും അതിൽ ചെന്നൈയിൻ FC ഉണ്ട്. എരാന ബ്ലൂമർ, സ്റ്റീഫൻ മെൻഡോസ തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ കളി കണ്ട് എന്താ പറയുക, പലരും, അതായത് കേരളത്തിലുള്ള പലരും പോലും ചെന്നൈയിൻ FCയുടെ ഫാനായി മാറി എന്ന് തന്നെ പറയാം. എന്തായാലും പക്ഷേ ചെന്നൈയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര മികച്ചൊന്നും അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ ഒരു സീസണിൽ, അതായത് കഴിഞ്ഞ 3-4 സീസണായിട്ട് അത്ര മികച്ചല്ല. ഈ ഒരു സീസണിലെങ്കിലും അത് മാറ്റം ഉണ്ടാകുമെന്ന് പലരും വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ന് നമുക്ക് പറയാം. അതായത് ആദ്യത്തെ കളി കണ്ടപ്പോൾ ഒഡീഷ പോലുള്ള വമ്പൻ ടീമിനെ പരാജയപ്പെടുത്തി ആ ഒരു വേവ് ഫുട്ബോളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു വമ്പൻ ഒരു തിരിച്ചു വരുമ്പോൾ ചെന്നൈ നടത്തുമെന്ന്. ബട്ട് അത് കഴിഞ്ഞുള്ള 2 കളികളിലെ റിസൾട്ട് വളരെയധികം മോശമായിരുന്നു. ഹൈദരാബാദ് FC കളി അവർ വിജയിക്കും, സുഖമായിട്ട് വിജയിക്കും നമ്മൾ വിചാരിച്ചു. ബട്ട് ആ ഒരു കളി സമനില. അതിന് മുന്നോടിയായിട്ടുള്ള എനിക്ക് തോന്നുന്നൊരു കളിയിൽ അവർക്ക് എന്താ പറയുക, ഒരു പരാജയവും നേരിടേണ്ടി വന്നു. സോ ചെന്നൈയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര മോശമാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഓവൻ കോയിൽ പുറത്ത് പോകണമെന്ന് ഫാൻസ് ഇപ്പോൾ എന്താ പറയുക പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇത്രയും നാൾ ഓവൻ കോയിലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കാൾസ് കൊഡ്രാഡ് പുറത്തായതോടെ എല്ലാ ടീമുകളും, അതായത് മോശമായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ ടീമുകളും ഇപ്പോൾ അവരുടെ കോച്ച് പുറത്താക്കണമെന്ന തരത്തിലുള്ള രീതിയിലൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും ജോസെ മൊളീനയുടെ കാര്യവും അങ്ങനെയാണ്. മോഹൻ ബഗാൻ ഫാൻസിൻ്റെ കാര്യം നമുക്കറിയാം. അവർക്ക് എന്തെങ്കിലും 2 കളി തോറ്റാൽ മതി, പിന്നെ കോച്ചിനെ പുറത്താക്കാൻ പറയുന്ന ടീംസാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. സോ ആ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഓവൻ കോലിനെ പുറത്താക്കണം എന്ന തരത്തിലുള്ള ഫാൻസിൻ്റെ ഒരു എന്താ പറയുക പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും നടക്കാനുള്ള സാഹചര്യമില്ല. കാരണം ഈ ഒരു ടീമിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഓവൻ കോലിനേ ഉള്ളൂ. വേറെ ആരെങ്കിലും വന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫുട്ബോൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വിപിൻ മോഹനൻ പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്. ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ മിഗാൽ സെറയും വിപിൻ മോഹനോടാണ് വന്നത്. സോ ആ ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഫുൾ ടൈം കളിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ് തൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ. അതായത് താൻ ഇഞ്ചുറിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു വന്നതേ ഉള്ളൂ. സോ ആ ഒരു സാഹചര്യത്തിൽ ഫുൾ ടൈം കളിക്കാൻ കുറച്ച് പാടാണ്. എങ്കിൽ പോലും കോച്ച് പറയുന്നതിനനുസരിച്ച് കോച്ച് എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യുന്നത് അതിന് ഞാൻ ബെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിപിൻ മോഹനൻ പറയുന്നത്. ഉറപ്പായിട്ടും അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പ്രശ്നങ്ങളും നമുക്കറിയാം. അദ്ദേഹം ഫിസിക്കലിയും അതുപോലെ മെൻ്റലിയും കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഫുൾ ടൈം കളിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പാടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പോലും അദ്ദേഹം ഓൾമോസ്റ്റ് കഴിഞ്ഞ കളി 70-80 മിനിറ്റ്സൊക്കെ കളിച്ചിട്ടുണ്ട്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് പ്രയാസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ബട്ട് അത് ഓട്ടോമാറ്റിക്കലി ശരിയാകുമെന്നാണ് വിപിൻ മോഹനും പറയുന്നത്. സോ എന്താണോ കോച്ച് വിചാരിക്കുന്നത് അതിനനുസരിച്ചുള്ള കളി തനിക്ക് പുറത്തെടുക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ വിപിൻ മോഹൻ പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.